കുംഭമേള നടക്കുകയാണ്. അതിനിടയിൽ തീപിടുത്തം സംഭവിച്ചു എന്നൊരു വാർത്തയുണ്ട്. ടെന്റുകളിൽ ഒന്നിലെ സിലിണ്ടർ പൊട്ടിത്തെറിച്ചാണ് ഈ അപകടം ഉണ്ടായിരിക്കുന്നത് എന്നുള്ള വിവരങ്ങളാണ് പുറത്തുവരുന്നത്. നിരവധി ടെന്റുകൾ അഗ്നിക്കിരയാക്കിയെന്നും ആളുകളെ ഒഴിപ്പിച്ചെന്നുമൊക്കെ അധികൃതർ അറിയിച്ചു. അർജുൻ പീതാംബരനാണ് വിവരങ്ങൾ നൽകാനായിട്ടുള്ളത്. അർജുൻ, എത്രമാത്രം ആളുകൾ എത്തുന്ന സ്ഥലമാണ് നമുക്കറിയാം. അവിടുത്തെ ഒരു തീപിടുത്തം എന്നൊക്കെ പറയുമ്പോൾ വലിയ പേടി ഉണ്ടാക്കുന്നുണ്ട്. തീ പൂർണ്ണമായിട്ടും നിയന്ത്രണ വിധേയമായിട്ടുണ്ടോ? എന്തെങ്കിലും ആപത്ത് സംഭവിച്ചിട്ടുണ്ടോ? എങ്ങനെയാണ് തീപിടുത്തം ഉണ്ടായത്? എല്ലാം പറയും. തീ ഇപ്പോൾ നിയന്ത്രണ വിധേയമായിട്ടുണ്ട്. ഈ മഹാകുംഭമേള നടക്കുന്ന ത്രിവേണി സംഗമത്തിന് ആ ഭാഗത്ത് തന്നെയുള്ള സെക്ടർ 19 ഈ തീപിടുത്തം ഉണ്ടായിരിക്കുന്നത്. അവിടെ ഒരു റെയിൽവേ ബ്രിഡ്ജുണ്ട്, റെയിൽവേ പാലമുണ്ട്. ആ റെയിൽവേ പാലത്തിന് താഴെ താൽക്കാലികമായി തന്നെ പണിതിരിക്കുന്ന ടെൻറ്റുകളിൽ ഒന്നിൽ ഈ ഭക്ഷണമൊക്കെ പാകം ചെയ്യുന്ന സമയത്ത് അവിടെ ഉണ്ടായിരുന്ന സിലിണ്ടർ അത് പൊട്ടിത്തെറിച്ചാണ് ഇങ്ങനെ ഒരു അത്യാഹിതം, ഒരു അപകടം ഉണ്ടായത്. വലിയ ആശങ്കയുണ്ടായിരുന്നു. കാരണം നമുക്കറിയാം, കോടിക്കണക്കിന് ആളുകളാണ് ദിവസവും അവിടേക്ക് എത്തുന്നത്. ആളുകൾ ഒഴുകിയെത്തുന്നു, അത്രത്തോളം തിക്കും തിരക്കും ഉണ്ടാവും. അതിനിടയിൽ ഇത്രത്തോളം താൽക്കാലികമായി പണിതിരിക്കുന്ന ടെൻറ്റുകൾക്കിടയിൽ ഒന്നിൽ നിന്നും ഒരു സിലിണ്ടർ പൊട്ടിത്തെറിക്കുന്നു. ആ അഗ്നി മറ്റ് സമീപത്തെ ടെൻറ്റുകളിലേക്കെല്ലാം തന്നെ പടരുന്നു. അങ്ങനെ ആദ്യഘട്ടത്തിൽ അവിടെ നിന്ന് പുറത്തു വന്ന ദൃശ്യങ്ങളെല്ലാം തന്നെ അത്രത്തോളം പേടിപ്പിക്കുന്നതായിരുന്നു. ഒരുപാട് ഫയർഫോഴ്സുകളെല്ലാം തന്നെ അവിടേക്ക് പെട്ടെന്ന് എത്തിയിട്ടാണ് പിന്നീട് ഈ തീയെ ചെറുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളും നടപടികളും ആരംഭിച്ചത്. എന്തായാലും ഇതുവരെയും അവിടെ എന്തെങ്കിലും അനിഷ്ട സംഭവങ്ങളോ അല്ലെങ്കിൽ ആർക്കും പൊള്ളലേൽക്കുകയോ ഒന്നും തന്നെ ചെയ്തിട്ടില്ല. ആ കാര്യങ്ങളെല്ലാം തന്നെ മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിൻ്റെ ഓഫീസും മറ്റ് ഈ മഹാകുംഭമേളയുമായി ബന്ധപ്പെട്ടിട്ടുള്ള അധികൃതരും വ്യക്തമാക്കുന്നുണ്ട്. ഇപ്പോഴെന്തായാലും ഈ തീ പൂർണ്ണമായിട്ടും നിയന്ത്രണ വിധേയമാക്കിയിട്ടുണ്ട്. പക്ഷേ ഈ ആദ്യം സിലിണ്ടർ പൊട്ടിത്തെറിച്ച് തീപിടുത്തമുണ്ടായ ടെൻറ്റും അതിനോട് സമീപത്തുണ്ടായിരുന്ന കുറച്ച് ടെൻറ്റുകളും പൂർണ്ണമായും കത്തിപ്പോയിട്ടുണ്ട്. പക്ഷേ പെട്ടെന്ന് തന്നെ അവിടെ നിന്നും ആളുകളെ ഒഴിപ്പിക്കാൻ സാധിച്ചത് വലിയ രീതിയിലുള്ള അപകടത്തെ ഒഴിവാക്കി എന്നുള്ളതാണ്. ഒരുപാട് കോടിക്കണക്കിന് ആളുകൾ അങ്ങോട്ട് എത്തുന്നൊരു സ്ഥലമാണ്. അവിടെ ഇത്തരത്തിൽ പ്രത്യേകിച്ചും ഈ 12 വർഷത്തിന് ശേഷം മഹാകുംഭമേള നടക്കുന്നു. ഈ മഹാകുംഭമേള സമയത്ത് ആദ്യമായിട്ടാണ് ഇങ്ങനൊരു സംഭവം അവിടെ റിപ്പോർട്ട് ചെയ്യുന്നതും അതിൻ്റെ തുടക്കത്തിൽ പുറത്തുവന്ന ദൃശ്യങ്ങൾ അത്രത്തോളം ആശങ്കപ്പെടുത്തുന്നതായിരുന്നു. എന്തായാലും ഒരുപാട് ഫയർഫോഴ്സ് സംഘങ്ങൾ അവിടെ എത്തി ആ തീ പൂർണ്ണമായിട്ടും നിയന്ത്രണ വിധേയമാക്കിയിരിക്കുന്നു. ഇപ്പോൾ തുടർ അന്വേഷണവും മറ്റു കാര്യങ്ങളുമാണ് പുരോഗമിക്കുന്നത്. ഈ കൃത്യമായിട്ടുള്ള കാരണം അടക്കം പരിശോധിക്കുക, അതറിയുക, മറ്റ് കണക്കെടുപ്പ്, ആർക്കെങ്കിലും ഏതെങ്കിലും ചെറിയ രീതിയിലെങ്കിലും പൊള്ളൽ ഉണ്ടായിട്ടുണ്ടോ, മറ്റ് നാശനഷ്ടങ്ങൾ എന്തൊക്കെയാണ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഒരു അന്വേഷണമാണ് ഇപ്പോൾ പുരോഗമിച്ചു കൊണ്ടിരിക്കുന്നത്. എന്തായാലും മുഖ്യമന്ത്രിയുടെ ഓഫീസും മുഖ്യമന്ത്രി നേരിട്ടടക്കം അവിടുത്തെ സാഹചര്യം വിലയിരുത്തിയിട്ടുണ്ട്. ഇപ്പോൾ ഭയപ്പെടേണ്ട ഒരു സാഹചര്യമില്ല എന്നുള്ളത് തന്നെയാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നും വരുന്ന വിശദീകരണം. ആർക്കും പൊള്ളലേറ്റിട്ടില്ല, വലിയ അനിഷ്ട സംഭവങ്ങളൊന്നും തന്നെ അവിടെ ഇപ്പോൾ ഉണ്ടായിട്ടില്ല എന്ന് തന്നെ നമുക്ക് അനുമാനിക്കാം.